നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നവീൻ VS, മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ മൂക്കുതല കണ്ണങ്കാവിൽ താമസിക്കുന്നു. ഈ യുവാവിന് വൃക്കരോഗമാണ്. എൻ്റെ പേര് ലിഷ. എൻ്റെ മോനാണ് നവീൻ. എൻ്റെ മോന് 17 വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് മോന് കിഡ്നിയുടെ അസുഖം. ഡയാലിസിസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 എണ്ണം വേണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ. ഡോക്ടർമാർ വൃക്ക മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വേദനാജനകമായ വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു കുടുംബമാണ് ഇവരുടേത്. എൻ്റെ പേര് സത്യൻ. എൻ്റെ ഭാര്യ ലിഷ. ഭാര്യയുടെ ചേച്ചി ബിന്ദു. ബിന്ദുവിന് ലക്ഷം മാനസിക വൈകല്യമുള്ള കുട്ടിയാണ്. അതിനാരും നോക്കാനില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ കൂടി അതിന് നോക്കുന്നുണ്ട്. അപ്പോൾ ഭംഗിയായി നടക്കേണ്ട എല്ലാ കാര്യം അതിലിടയ്ക്കാണ് ഇപ്പം എൻ്റെ മോൻ്റെ ഈ അസുഖം വന്നുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ സാന്ത്വനമായി മാറിയ ഒരു കുടുംബം. പിന്നെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കൊരു കിഡ്നിയുടെ കംപ്ലൈൻ്റ് ഉള്ളൊരു ഫാമിലിയാണ് ഞങ്ങളുടെ. എൻ്റെ അച്ഛന് എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചു പോയത്. അന്ന് അച്ഛൻ കിഡ്നിയുടെ അസുഖം മൂലമാണ് മരിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾ 6 മക്കളാണ്. അതിലൊരു മൂത്ത ചേച്ചിക്കാണ് ആദ്യം കിഡ്നിയുടെ കംപ്ലൈൻറ്റ് വന്നത്. അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൾക്ക് 29 വയസ്സിലാണ് അവൾ മരിച്ചത്. നവീൻ്റെ അമ്മയുടെ സഹോദരി ഉഷ 25 വർഷങ്ങൾക്ക് മുൻപ് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടു. ഉഷയുടെ മക്കളായ ഷബ്നയ്ക്കും ബിനോയ്ക്കും ഇതേ അസുഖമായിരുന്നു. അധികം താമസിയാതെ തന്നെ അവരുടെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചതോടെ അവർ അക്ഷരാർത്ഥത്തിൽ അനാഥരായി മാറി. അച്ഛൻ ഉപേക്ഷിച്ച ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചത് നവീൻ്റെ അമ്മ ലിഷയായിരുന്നു. 2 ചെറിയ മക്കളായിരിക്കുമ്പോഴാണ് അവൾ മരിച്ചു പോയത്. ഒരാൾക്ക് 9 വയസ്സും ഒരാൾക്ക് 7 വയസ്സുള്ളപ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ പിന്നെ ആ മക്കളെ ചേച്ചിയുടെ ഭർത്താവ് കല്യാണം വേറെ കഴിച്ചു. ഈ മക്കൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേഗം കല്യാണം കഴിച്ചു പോയി. മക്കളെ അവരുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ട് അവരെ അമ്മമ്മയാണ് മാമന്മാരാണ് കുറേ കാലം അവരാണ് വളർത്തിയത്. പിന്നെ അമ്മമ്മയ്ക്ക് വയ്യാണ്ടായി. മാമന്മാർ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ അവർ അനാഥരായി. പിന്നെ ഞങ്ങളുടെ ഈ വീട്ടിലേക്കാണ് കൂട്ടി കൊടുക്കുന്നത്. ഈ മക്കളിൻ്റെ 2 മക്കളെ കൂടെയാണ് അവരിവിടെ ഈ വീട്ടിലാണ് വളർന്നത്. 7 കൊല്ലത്തോളം ഇവിടെ തന്നെയാണ് അവർ നിന്നത്. പിന്നെ ഒരു മാനസികമായ ഒരു ചേച്ചിയുണ്ട് എനിക്ക്. അവളും ഈ വീട്ടിൽ തന്നെയാണ് താമസം. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോൾക്ക് 15-ാം വയസ്സിലൊരു പെട്ടെന്നൊരു ഛർദി വന്നത്, ചേച്ചിയുടെ മോൾക്ക്. അപ്പോൾ അവൾക്ക് ആദ്യത്തെ സർജറി കഴിഞ്ഞു. ഒരു 7 വർഷമേ നിന്നുള്ളൂ. അപ്പോഴേക്കും അത് ഫെയിലായി പോയി. പിന്നെ 2ാമത്തെ അവൾക്ക് വെച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു 5-6 വർഷമായി കഴിക്കുമ്പോഴാണ് അവളുടെ അനിയന് പെട്ടെന്നൊരു യൂറിൽ പത ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. അവൾക്ക് പതയല്ല കണ്ടിരുന്നത്, പ്രോട്ടീനല്ല പോയിരുന്നത്. അവൾക്ക് പെട്ടെന്ന് ഛർദി വന്നിട്ട് 2 കിഡ്നിയാണ് പോയത്. 90% കിഡ്നി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിൽ പ്രോട്ടീൻ പോകണ്ടെന്നാണ് സാറന്ന് പറഞ്ഞത്, എറണാകുളത്തെ സാറ്. അന്ന് മുതൽ കുറേ മരുന്നൊക്കെ കഴിച്ചു. ഒന്നും ശരിയായില്ല, കിഡ്നി ചുരുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ അവൻ്റെയും കിഡ്നി മാറ്റിച്ചപ്പോൾ 6-7 വർഷമായി. അവർ 2 മാറ്റി വെച്ച് കഴിഞ്ഞു. ഒരു മോൾക്ക് 2 എണ്ണം വെച്ചു, മോനും 1 വെച്ചു. ഒരു സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ശബനയ്ക്ക് 2 തവണ വൃക്ക മാറ്റിവെച്ചതാണ്. ബിനോയുടെ കിഡ്നി 2018 മാറ്റിവെച്ചത്. ഇവരുടെ അവസ്ഥ ഗുഡ്നസ് TV-യിലെ ശമരിയൻ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിൽ എത്തിച്ചപ്പോൾ സുമനസ്സുകളുടെ സഹായത്താൽ ഇവർക്ക് നൽകാൻ കഴിഞ്ഞ തുകയോടൊപ്പം മറ്റ് സഹായങ്ങളും ചേർത്താണ് ബിനോയുടെ വൃക്ക മാറ്റിവെക്കുവാൻ സാധിച്ചത്. മോളെ സർജറി 2ാമത്തെ കഴിഞ്ഞു. നല്ല വിജയകരമായി എല്ലാവരും പ്രോത്സാഹനം കൊണ്ട് അവളെ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി നല്ല സുഖമായി.
പിന്നെയാണ് മോൻ്റെ ഇത് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പൈസയൊന്നുമില്ല. മോളിലെ സർജറി കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിയുമ്പോഴാണ് അവൻ്റെ സർജറി നടക്കുന്നത് തന്നെ. 2 കൊല്ലം അവൻ ഡയാലിസിസ് കഴിഞ്ഞിരുന്നു. ഡയാലിസിസ് അവൻ 2 കൊല്ലം ചെയ്തു. പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇനി ആരോഗ്യം കിട്ടില്ല, ഇത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം എന്ന് തന്നെ പറഞ്ഞത്. പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതേപോലെ ഡിവൈൻ വിഷനിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. അവർ വന്നു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അന്ന് 3.5 ലക്ഷത്തോളം അടുത്ത് ഞങ്ങൾക്ക് പൈസ തന്നത് കൊണ്ടാണ് അത് അവൻ്റെ സർജറി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയത്. അത് പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് മോൻ്റെ സർജറി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ്റെ കാര്യം കൂടി കണ്ടപ്പോൾ നിൻ്റെ കാര്യം എടുക്കാനുണ്ടാവില്ലല്ലോ അറിയാലോ. എൻ്റെ മോൻ്റെ യൂറിൽ ഇതേപോലെ പ്രോട്ടീൻ പോക്ക് കണ്ട് നന്നായി പതപ്പൊന്തി ഇങ്ങനെ നിൽക്കും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവൻ്റെയും കൂടി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് സാറ് പറഞ്ഞത് ഇതും പാരമ്പര്യമായിട്ടുള്ള അസുഖമാണ്. അപ്പോൾ സാറിനോട് പറഞ്ഞാൽ ബയോപ്സി നടത്തി നോക്കാമെന്ന്. ബയോപ്സി നടത്തി അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞ് അതിൽ വിശ്വസിക്കേണ്ട, ഒന്നും കൂടി നമുക്ക് ജെനറ്റിക്കിൻ്റെ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു മോന്. അപ്പോൾ ഞങ്ങൾ ജെനറ്റിക്കിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് അവന് പാരമ്പര്യമായിട്ടുള്ള രോഗം പിന്നെ സ്ഥിരീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞത് സാറ്. അപ്പോൾ സാറ് പറഞ്ഞു ഇനി നിൽക്കൊന്നുമില്ല, അവരെ കിഡ്നി എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കാല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നവീൻ്റെ വൃക്ക മാറ്റിവെക്കുവാൻ വേണ്ടുന്ന ഭീമമായ തുക കണ്ടെത്തുവാൻ ഇവർ വിഷമിക്കുകയാണ്. എല്ലാം കൂടിയുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. അപ്പോൾ സന്മനസ്സുള്ള എല്ലാവരും പ്രാർത്ഥനയും വേണം, സഹായഹസ്തങ്ങളും എൻ്റെ കുടുംബത്തോടൊപ്പം വേണം. എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റിലാണ്. വലിയ പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കുടുംബം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള അറിയില്ല. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കണം. പിന്നെ എല്ലാം കൂടി മാനേജ് പോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. അത് നിങ്ങളെല്ലാവരും സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നവീൻ്റെ അച്ഛൻ സത്യൻ 2 പ്രാവശ്യമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് വിശ്രമത്തിലായതിനാൽ ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. എൻ്റെ മോൻ നന്നായി പഠിച്ച് വന്നിരുന്ന മോനാണ്. കുഴപ്പമൊന്നുമില്ലാതെ നന്നായി ഫുട്ബോൾ കളിയിലൊക്കെ നന്നായിട്ട് ഒരു സ്കൂളിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ട് പോയതായിരുന്നു. അന്ന് അറിയില്ലായിരുന്നു അവന് ഭയങ്കര അലർജിയുടെ ഒരു അസുഖമുള്ള ആളാണ് അവൻ. സെലക്ഷൻ കിട്ടിക്കൊണ്ടുപോയി പോയപ്പോൾ അവിടുന്ന് അവന് ഓടാനൊന്നും കളിക്കാനൊന്നും പറ്റാതെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അതൊന്നും അറിയില്ലായിരുന്നു. ചിലപ്പോൾ ഇതിൻ്റെ അസുഖത്താലാവും ചിലപ്പോൾ വയ്യാത്ത അസുഖം വന്നത്. ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ. പിന്നെ 17ാമത്തെ വയസ്സിലാണ് ഞങ്ങളിത് കണ്ടുപിടിച്ചവർ. 7 വർഷമായി അവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. അവന് പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടിയിട്ട് സാറ് പറഞ്ഞ് ഇനി അധികം നിൽക്കില്ല, എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. നല്ല പഠിച്ചായിരുന്നു. +2 കഴിഞ്ഞിട്ട് വായാട്ടേക്ക് പോയി. എയർപോർട്ട് മാനേജ്മെൻറ്റാണ് എറണാകുളത്ത് നിന്നിട്ടാണ് പഠിച്ചത്. 1.5 കൊല്ലത്തെ കോഴ്സായിരുന്നു. എന്നിട്ട് അവൻ ജോലിക്ക് പോയി. അവൻ 3 മാസം ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പോഴാണ് കൊറോണ വന്നത്. പിന്നെ ജോലിക്കൊന്നും പോകാൻ അവന് പറ്റിയില്ല. നവീൻ തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിലെ ഫുട്ബോൾ ടീമിലെ അംഗവും. +2 കഴിഞ്ഞ് അയാട്ട കോഴ്സ് പൂർത്തിയാക്കി വിദേശത്ത് ഒരു ട്രെയിനിങ്ങും കഴിഞ്ഞു വന്ന സമയത്താണ് നവീന് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. അവൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് മലേഷ്യയിൽ പോയി 1 മാസത്തോളം നിന്ന് അവിടെ നിന്ന് വന്നു. പിന്നെ അങ്ങനെ 3 മാസം ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്ന് അവൻ കുറച്ച് എയർപോർട്ടിൽ വർക്ക് ചെയ്തു. അപ്പോഴേക്കും കൊറോണ വന്നു. കൊറോണ വന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു കടയിൽ അവൻ കുറച്ച് നിന്നു. പിന്നെ ജോലിക്കൊന്നും തീരെ പോകാൻ പറ്റാത്തൊരു പിന്നെ ഒരു അവസ്ഥയായി. 2 കൊല്ലം കൊറോണ ഉണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ക്രിയാറ്റിൻ കൂടി വന്നു. 1 പിന്നെ 2 പിന്നെ അങ്ങനെ പെട്ടെന്ന് കൂടുകയാണ് ചെയ്തത്. അവന് പെട്ടെന്ന് കൂടിയിട്ടാണ് അവൻ്റെ ശ്വാസം മുട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത്. ICUയിലായിരുന്നു. പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ബ്ലഡിൻ്റെ അളവൊക്കെ ഭയങ്കര ലോ ആയി, 6 ബ്ലഡ് കയറ്റി. ഇപ്പോൾ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും വയറുവേദനയാണ്, തീരെ വയ്യ. പ്രതീക്ഷയുടെ ചിറകേറി പറക്കുവാൻ തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ്റെ തൃഷ്ണയെ അപ്പാടെ തളർത്തിക്കളഞ്ഞ വിധിയുടെ ഒരു വിളയാട്ടം.
പിന്നെ അവൻ്റെ അച്ഛൻ 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. 2 അറ്റാക്ക് കഴിഞ്ഞിട്ടിപ്പോൾ 4 വർഷമായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. പിന്നെ മാനസികമായ ഒരു ചേച്ചി ഉണ്ട് എൻ്റെ അടുത്ത്, തീരെ വയ്യാത്തൊരു ചേച്ചിയാണ്. കുളിപ്പിച്ചു കൊടുക്കണം, പല്ല് തേക്കിനോടത്ത് നോക്കണം, ഡ്രസ്സ് അലക്കണം, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. ഒരു നേരം ഞാൻ ഇല്ലെങ്കിൽ അവളെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ മോനെ 4 ദിവസം മുന്നേ അഡ്മിറ്റ് ആയിരുന്നു. വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ ആകെ കുളിക്കാതെയൊക്കെ ആയിട്ട് ആകെ ഇവിടെ ഈ റൂമൊക്കെ ആകെ മണം. എന്നിട്ട് പിന്നെയും ഞാൻ തേച്ചൊരച്ച് കുളിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ലെവലായിട്ടാണ്. ഡേ കെയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവളെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം കിട്ടുമല്ലോ വെച്ചിട്ട് അവിടെ അങ്ങോട്ട് പറഞ്ഞേക്കും. അവളും എൻ്റെ അടുത്താണ്. ഹസ്ബൻഡായിരുന്നു നോക്കിയിരുന്നത്. അവൾക്ക് 3 ആങ്ങളമാരുണ്ട്. അവരൊന്നും അധികം ശ്രദ്ധിക്കില്ല, ആരും നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത്. 10-27 കൊല്ലമായി ഈ ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ നടക്കണം. 4ാമത്തെ കിഡ്നി മാറ്റിക്കലാണ് ഞാൻ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. അവരെ നോക്കേണ്ട ചുമതലയൊക്കെ ഞാൻ തന്നെ, വേറെ ആരുമില്ല. ഒരു നേരം നിന്ന് നോക്കാൻ പോലും ആരുമില്ല. ഹൃദ്രോഗിയായ അച്ഛനും അമ്മയും അമ്മയുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സഹോദരിയും കൂടി ചേർന്നിട്ടുള്ളതാണ് നവീൻ്റെ കുടുംബം. ഈ പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നവീൻ്റെ ചികിത്സയ്ക്ക് ഒരു വഴി കാണാതെ നട്ടം തിരിയുകയാണിവർ. എൻ്റെ മോന് 23 വയസ്സായിരുന്നു. അവന് ഈ കിഡ്നി കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ ഡയാലിസിസ് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ പറയുന്നത് എന്നെ കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ്. അതിനുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും തരണം ചെയ്യാൻ പറ്റുന്നില്ല. അത് എല്ലാവരുടെ പ്രാർത്ഥനയിലും പിന്നെ എല്ലാവരുടെ സാമ്പത്തിക സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു. സമൂഹത്തിലെ കരുണ പറ്റാത്ത ഹൃദയങ്ങളുടെ ഹൃദയത്തുടിപ്പിനായി ഇവർ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് OP പ്രവീൺ. നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വാർഡ് 2 കണ്ണങ്കാവിലെ വാർഡ് മെമ്പർ കൂടിയാണ് ഞാനിന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം എൻ്റെ വാർഡിനകത്തെ സത്യൻ ലിഷാൻ ദമ്പതികളുടെ മകൻ നവീൻ 24 വയസ്സ് ഇന്ന് ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ മുന്നിൽ നിൽക്കുകയാണ്. അവനെ സംബന്ധിച്ച് 24 വയസ്സ് പൂർത്തീകരിക്കുകയും ഡിഗ്രി പഠനം പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. ഈ സമയത്താണ് കിഡ്നി ഫെയിലിയർ ആണെന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 40ഓളം ഡയാലിസിസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നവീൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളായ ഷബ്നയും ബിനോയും ഈ വീട്ടിനകത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ മക്കൾക്കും ഇതേപോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുകയും അന്ന് ഏറ്റവും നല്ല രീതിയിൽ നാട്ടിലെ മുഴുവൻ ആളുകളും ഇടപെട്ടുകൊണ്ട് ആ 2 പേരുടെയും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അന്ന് പുരോഗമിച്ചു പൂർത്തീകരിക്കുകയും ഇന്ന് ഏറ്റവും നല്ല ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ബിനോയും ഷബ്നയും. അതുപോലെയാണ് തൊട്ട സമയത്ത് ഇപ്പോൾ ബിനോയ്ക്കും ഇതേ അസുഖം പിടിപെട്ടിട്ടുള്ളത്. നമ്മുടെ ബിനോയ്ക്ക് ഏകദേശം 22 ലക്ഷം രൂപയോളമാണ് എന്ത് ചെയ്യുന്നത് ചെലവ് കണക്കാക്കുന്നത്. അപ്പോൾ ആ സഹായം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ വാർഡ് മെമ്പർ നിലയ്ക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സഹായം എത്തിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നാൾ മരുന്നും ഡയാലിസിസുമായി മുന്നോട്ട് പോയി. ഇനി വൃക്ക മാറ്റിവെക്കൽ മാത്രമേ ഒരു മാർഗമായുള്ളൂ. അധികം താമസിയാതെ തന്നെ അത് വേണം താനും. ഓപ്പറേഷന് വേണ്ടുന്ന പണം ഇല്ലാത്തത് കാരണം അത് നീണ്ടുപോവുകയാണ്. ഞാൻ സുനു ബേബി കോശി, മൂക്കുതല ശാലൈ മാർത്തോമ ഇടവകയുടെ സമീപെ താമസിക്കുകയും അവിടുത്തെ വികാരിയായി ശുശ്രൂഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വലിയ കരുണ അനുഭവിപ്പാൻ ഇടയാകുന്ന ഓരോ സന്ദർഭങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗുഡ്നസ് TV-യിലെ എല്ലാ പ്രേക്ഷകരോടുമുള്ള ഒരു അപേക്ഷയായി അഭ്യർത്ഥനയായി ഞാനിതിനെ കണക്കാക്കുകയാണ്. മൂക്കുതല ഇടവകയുടെ സമീപെ താമസിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട നവീൻ 24 വയസ്സ് കഴിഞ്ഞ നാളുകളിൽ കിഡ്നിയുടെ പ്രയാസത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നാൾ വരെയും മെഡിസിനാൽ അതിന് മുൻപോട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടുപോകും. ആയത് ഇപ്പോൾ അതിനാവശ്യമായി വരുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിഡ്നി 2ഉം ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഉദ്ദേശം നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുകയാണ്. ആയത് ഈ ഭവനത്തെ ഓർക്കുകയും ഉദാരമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഈ നവീന് ലഭിക്കേണ്ടുന്നത് അത്യാവശ്യമായതിനാൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ അപേക്ഷ സമർപ്പിക്കുകയാണ്. ഈ മകൻ്റെ മുൻപോട്ടുള്ള ജീവിതം അത് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി
അധികം താമസിപ്പിക്കുവാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനായി ഇവർ സുമനസ്സുകളെ തിരയുകയാണ്. നന്മ വറ്റിയിട്ടില്ലാത്ത ധാരാളം ആശ്വാസത്തിൻ്റെ ഉറവകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് ഇവരുടെ പ്രത്യാശയ്ക്ക് കാരണം. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ആ 3 പെൺകുട്ടികളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയിലും ഉണ്ടെങ്കിൽ എനിക്കൊരു സഹായം ഉണ്ടായിരുന്നു. ചേച്ചി മരിച്ചു പോയി, ഒന്ന് മാനസിക രോഗി, ഒന്ന് ഞാൻ. ഈ 3 ആളുടെ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. അതുകൊണ്ട് എല്ലാവരും സുമനസ്സുകളുടെ എല്ലാ പ്രാർത്ഥനയും എനിക്ക് ഉണ്ടാവണം, എൻ്റെ കുടുംബത്തിനും. ഇനി നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളെല്ലാവരും സഹായിച്ചെങ്കിൽ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. 23 വയസ്സായിട്ടുള്ളൂ. എൻ്റെ മോൻ ജീവിതത്തിലേക്ക് കടക്കണേ ഉള്ളൂ. സഹായിക്കണം. വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യ മനസ്സുകളെ പ്രത്യാശയിലേക്ക് ചലിപ്പിക്കുന്നത് നന്മ നിറഞ്ഞ മനസ്സുകളാണ്. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ദൈവവചസ്സിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കും ഇവരോടൊപ്പമായിരിക്കാം. ഈ ഭവനത്തെ വളരെ നാളുകളായി വെല്ലുവിളിക്കുന്ന ഈ രോഗത്തെ അതിജീവിക്കാൻ ഈ ഭവനത്തിന് ഇടയാകട്ടെ. നിങ്ങളുടെ ഏറ്റവും അധികമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹവും സഹകരണവും ഈ ഭവനത്തിന് ആവശ്യമാണ്. സമീപയുള്ള ഇടവകയിലെ വികാരി എന്ന വണ്ണം നവീനു വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവം തമ്പുരാനെ ഓർത്ത് പ്രത്യേകമായി ഇവരെ സഹായിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയാലും നമ്മളാൽ കഴിയുന്ന മറ്റു സഹായ സഹകരണങ്ങളാലും നന്മയുടെ ഹൃദയ തുടിപ്പുകളായി നമുക്ക് മാറാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തിയ റീന എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് റീനായുടെ ഭർത്താവ് വിനോദാണ്. അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 കുട്ടികളാണുള്ളത്. റീനായ്ക്ക് ഗർഭപാത്ര സംബന്ധമായ രോഗമുണ്ടായതിൻ്റെ പേരിൽ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ടുള്ള അവസ്ഥ സംജാതമായിരിക്കുകയാണ്. 1.5 വർഷമായിട്ട് റീന ഗർഭപാത്ര സംബന്ധമായ ചികിത്സയിലാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തേണ്ടതിനായിട്ടുള്ള ആവശ്യകതയുമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചിലവിലേക്കാണ് ഈ തുക നമ്മൾ സമാഹരിക്കുന്നതിനായിട്ട് ഇടയായത്. അങ്ങനെ സമാഹരിച്ചതിൻ്റെ ഫലമായിട്ടാണ് 1,30,000 രൂപ ഇപ്പോൾ ശ്രീ വിനോദിന് കൈമാറുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും വളരെ നിർലോഭമായിട്ട് നിസ്വാർത്ഥമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിച്ച് ഇപ്പോൾ കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഗുഡ്നസ് TVയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ പേരിൽ ആ സമാഹരിച്ച തുകയുടെ ചെക്ക് ഞാനിപ്പോൾ ശ്രീ വിനോദിന് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ ഈ സംഭാവനാ നിധിയിലേക്ക് കാശ് തന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. നിങ്ങൾ സഹകരിച്ചതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും ഇതുപോലെ ആളുകളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകളുടെ വിവരം ഗുഡ്നസ് TVയിൽ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കഴിയുമ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് ഏറ്റെടുത്ത് അതിന് ഇവിടെ സഹകരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു തുക കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരും വലിയ ധനികരോ വലിയ ബിസിനസ്സുകാരോ ഒന്നുമല്ല, പാവപ്പെട്ട ആളുകൾ തന്നെയാണെന്നുള്ള വിവരം എനിക്കറിയാം. പലരും എന്നെ ഫോൺ വിളിക്കാറുണ്ട്. പലരുടെയും വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ 500 രൂപ തന്നും 100 രൂപ തന്നും 200 രൂപ തന്നുമൊക്കെ സഹായിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും. അങ്ങനെ ധാരാളം ആളുകൾ
സഹകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും റീനായുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൊടുക്കുന്നതിനും സാധിച്ചത്. നിങ്ങളെ എല്ലാവരെയും ദൈവസമക്ഷം ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെ ഉള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നിങ്ങൾക്ക് ഒരുക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമരിയാൻ എന്ന പ്രാർത്ഥന ശുശ്രൂഷ സഹായത്തിലൂടെ ഞങ്ങൾക്ക് നല്ലവരായ എല്ലാ മനുഷ്യരും നൽകിയ സഹായങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.